ഇപ്പോൾ ഇതിൻ്റെ പിന്നിലെ എഫേർട്ട്, ഇതിൻ്റെ ഇത്രയും പേരുടെ ഡിസയർ, ഇത്രയും പേരുടെ ആഗ്രഹം, സ്വപ്നം, ഇതെല്ലാം ഉണ്ടൊരു സിനിമ. പക്ഷെ അൾട്ടിമേറ്റ്ലി റിവ്യൂവേഴ്സിന്റെ ഇതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടം പ്രൊഡ്യൂസർക്ക് മാത്രമേ ഉള്ളൂ. അയാൾ മാത്രമാണ് കിടപ്പാടം നഷ്ടപ്പെടുന്നത്. ബാക്കി നടന്മാർക്ക് അടുത്ത 10 പടം കിട്ടും. അവന്റെ ഒരു പടം ഓടിയാൽ പിന്നെ 10 പടം ഓക്കെയാണ്. അവൻ വീടുകൾ വാങ്ങിക്കും, മറ്റേ സ്ഥലങ്ങൾ വാങ്ങിക്കും, എല്ലാം. ഡയറക്ടേഴ്സും ഏകദേശം തന്നെ. ഏറ്റവും കുഴപ്പം വരാൻ പോകുന്ന ഈ പാവം നിർമ്മാതാവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പടത്തിന് ഇങ്ങനെ നശിപ്പിച്ച് പണ്ടാറടക്കി പറയണോ എന്നുള്ളത് അവരാണ് ചിന്തിക്കേണ്ടത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഫ്രീ കൺട്രി, ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി, വി ക്യാൻ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചുവരെഴുത്തുണ്ടെങ്കിൽ, എഴുതാനോ ആ ചുവരുണ്ടെങ്കിൽ അതിൽ നല്ലത് എഴുതണോ എന്ന് വിചാരിക്കേണ്ടത് ഓരോരുത്തരുടെ മാനസിക നില അനുസരിച്ചാണ്, അല്ലേ? അത് ഇപ്പൊ ആരോ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് നല്ലത് പറയാൻ അല്ലെങ്കിൽ ഒന്നും പറയരുത്, വിച്ച് ഇസ് വാട്ട് ഐ ബിലീവ്. അത് വേറൊരാൾ ബിലീവ് ചെയ്യണമെന്നില്ല. പിന്നെ മാത്രമല്ല, ഇതിപ്പം സിനിമ മാത്രമല്ല, ഇപ്പൊ ലിറ്ററേച്ചർ ആണെങ്കിലും ഈ ഗ്രേഡ്സിനെ ഇവരധികം തൊടത്തില്ല. ഇനി അവരെ തൊട്ടാലും ഇവർക്ക് ഇത് ഏക്കത്തില്ല. കാരണം ദേ ഹാവ് ഒരു 30-35 years ഓഫ് എക്സ്പീരിയൻസ്. ലിറ്ററേച്ചറിലാണെങ്കിൽ ഇഫ് യു സേ സംതിങ് അബൌട്ട് എ മാർക്വേസ് ഓർ എ ഓർഹൻ പാമുക്, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ ലൈനിൽ ഒരു ജോൺ ഗ്രിഷമിനെ ക്രിട്ടിസൈസ് ചെയ്ത, ഗ്രിഷമിന്റെ ബുക്കുകൾ വിൽക്കാതിരിക്കില്ല. E.L. ജെയിംസിന്റെ 50 Shades of Grey ആദ്യത്തെ എല്ലാ റിവ്യൂവേഴ്സും എടുത്തിട്ട് കുടഞ്ഞത് ഒരു ബെസ്റ്റ് സെല്ലറായി മാറി. ബിക്കോസ് അത് അതിന്റെ സബ് ടെക്സ്റ്റും ഒക്കെ മറ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ ബഡ്ഡിങ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്, എന്തെങ്കിലും ആവാൻ ശ്രമിക്കുന്ന ആളുകളെ തകർത്ത് കളയാൻ പറ്റും. അവരുടെ മനോവീര്യത്തെ തകർത്ത് കളയാൻ പറ്റും. പക്ഷെ അത് കമേഴ്സ്യലി അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടേഴ്സിൽ അത് വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ മനോവീര്യത്തെ നശിപ്പിക്കാൻ പറ്റും. എത്രയോ പേര് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ കാണാറില്ല. നമ്മൾ ഈ ഏരിയയെ പോകാറില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കാറില്ല. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, വിട്ടോട്ടെ. പിന്നെ പൂജ, ഇതിനകത്ത് വേറെ വലിയ കാര്യമുണ്ട്. അതായത് ഒരു സിനിമ ഇപ്പൊ കാണാൻ തീരുമാനിക്കും, ഒരു ഫാമിലി ഒരു പടം കാണാൻ തീരുമാനിക്കുന്നു. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ഹൈലി റിച്ച് വെൽത്തി പോപ്പുലേഷൻ ഒന്നുമല്ല. ഒരു ആവറേജ് 25,000 മുതൽ 30,000 വരെ ശമ്പളം കിട്ടുന്ന ഒരാൾ, അതും കുറച്ച് കൂടുതൽ ആണ്. അതിൽ 10 രൂപയൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ടല്ലോ. 7,000, 5,000, 7,000, 10,000 രൂപ ഒരു കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊരു പടം കാണാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ ഒരു മാസത്തെ സാലറിയുടെ ഒരു വലിയ ചങ്കാണ് അവർ മാറ്റിവെക്കേണ്ടി വരുന്നത് ഫോർ എ ഫിലിം. അപ്പോഴാണ് ഈ റിവ്യൂസിലേക്ക് അവർ പോകുന്നത്. അപ്പൊ ആ റിവ്യൂസ് കാണുമ്പം ഇവര് 5 പടം അവിടെ ഉണ്ടെങ്കിൽ ഈ 4 പടത്തിന്റെ റിവ്യൂ ഇച്ചിരിയെങ്കിലും കുറച്ച് മോശമാണെങ്കിൽ ഇവര് 5ാമത്തെ പടം നോക്കും. ഈ 5ാമത്തെ പടം മിക്കവാറും ഒരു സ്റ്റാർ സിനിമയായിരിക്കും, അതായത് ഒരു സൂപ്പർ സ്റ്റാർ സിനിമ. ബിക്കോസ് അവരാ കണ്ടു വന്നപ്പോൾ നമ്മളെല്ലാം തന്നെ